നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭരണം തീരാൻ ഇനി 18 മാസങ്ങൾ കൂടി. അതിനിടയിൽ പല സ്ഥലങ്ങളിലും പാർട്ടി പൊട്ടിത്തെറിക്കുന്നു. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിമത നീക്കം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ CPM-ലെ വിഭാഗീയത മറനീക്കി പുറത്തുവന്നു എന്ന് മാത്രമല്ല, വിമത വിഭാഗം ഇപ്പോൾ സമാന്തര പാർട്ടി ഓഫീസ് തുറന്നിരിക്കുന്നു. കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി റോഡിൽ EMS സ്മാരകം എന്ന പേരിലാണ് ഓഫീസ് തുറന്നത്. കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. മുഹമ്മദ് ഫാറൂഖാണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ജനങ്ങളുടെ ആവശ്യത്തിന് ജനസേവന കേന്ദ്രമായി ഈ ഓഫീസ് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ കലാപക്കൊടി ഉയർത്തിയവരാണ് ഇപ്പോൾ വിമത ഓഫീസ് തുറന്നിരിക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാവിനെ ലോക്കൽ സെക്രട്ടറി ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് 100-ലധികം ആളുകൾ വിമതരായി മാറിയത്. പിന്നീടവർ ഒരു വിമത കൺവെൻഷൻ നടത്തി. ജില്ലാ സെക്രട്ടറിക്ക് ധാർഷ്ട്യമാണെന്നും തങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നില്ല എന്നും വിമതർ പറയുന്നു. ഒരു വർഷം മുൻപ് കോൺഗ്രസ് വിട്ടുവന്ന അരുൺ പ്രസാദിനെ കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സെക്രട്ടറി ആക്കിയതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധമുയർന്നിരിക്കുന്നത്. അത് പാർട്ടിയുടെ പിടിവിട്ട് വിമത വിഭാഗമായി മാറിയിരിക്കുന്നു. കൊഴിഞ്ഞാമ്പാറ CPM ലോക്കൽ സമ്മേളനം 3 വട്ടമാണ് മാറ്റിവെച്ചത്. പാർട്ടി ജില്ലാ ഏരിയ നേതൃത്വങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് കൊഴിഞ്ഞാമ്പാറയിൽ വിമതർ കൺവെൻഷനും നടത്തി. കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റി 2 സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ സമാന്തരമായാണ് എതിർവിഭാഗം കൺവെൻഷൻ നടത്തിയത്. ലോക്കൽ കമ്മിറ്റി 2-ലെ 17 ബ്രാഞ്ചുകളിൽ നിന്ന് 65 പേരെ ലോക്കൽ സമ്മേളന പ്രതിനിധികളായി തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടകനായ സമ്മേളനത്തിൽ പങ്കെടുത്തത് വെറും 20 പേർ. പിന്നെ കോറം തികയ്ക്കാൻ പാർട്ടി പ്രവർത്തകരെ പുറത്തുനിന്ന് വിളിച്ചുകൂട്ടിയാണ് പ്രതിനിധി സമ്മേളനം പോലും നടത്തിയത്. തുടർന്ന് വിമതർക്കെതിരെ നടപടിയെടുക്കുമെന്ന പാർട്ടിയുടെ പ്രസ്താവന. എന്നാൽ അതിന് പുല്ലുവില കൊടുത്തുകൊണ്ട് കൊഴിഞ്ഞാമ്പാറയിലെ വിമതർ പ്രത്യേക കൺവെൻഷൻ വിളിച്ചുകൂട്ടി. അവർ ഇപ്പോൾ സമാന്തര ഓഫീസ് തുറന്നിരിക്കുന്നു. സമാനമായ സാഹചര്യമാണ് കരുനാഗപ്പള്ളിയിലും. കരുനാഗപ്പള്ളിയിലെ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വലിയ സ്വത്തുവകകളുണ്ട്. അവയൊക്കെ ഉപേക്ഷിച്ച് വിമതർ വിട്ടുപോകില്ല എന്നാണ് പാർട്ടി കരുതുന്നത്. വിഭാഗീയത രൂക്ഷമായ കരുനാഗപ്പള്ളിയിൽ ശക്തമായ നടപടികളെടുത്തുവെന്നാണ് ഇന്നലെ MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടുവെന്ന് MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചു. ഉൾപാർട്ടി വിഭാഗീയത തെരുവിലേക്കും പരസ്യ പ്രതിഷേധങ്ങളിലേക്കുമൊക്കെ നീങ്ങിയ കരുനാഗപ്പള്ളിയിൽ ശക്തമായ നടപടികളെടുത്തില്ലെങ്കിൽ പാർട്ടി അടപടലം അടിയേ പോകുമെന്ന് MV ഗോവിന്ദനും സംസ്ഥാന നേതൃത്വത്തിനും മനസ്സിലായി. ഇതിനെ തുടർന്നാണ് ശക്തമായ നടപടികൾ. നേരത്തെ കുലശേഖരപുരം ലോക്കൽ കമ്മിറ്റി പൊതുസമ്മേളനമാണ് ആകെ കുളമായത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തയാളെ പരസ്യ വിചാരണം ചെയ്തു പാർട്ടി പ്രവർത്തകർ. പെണ്ണുപിടിയനാണ്, അഴിമതിക്കാരനാണ് തെളിവുകൾ ഉയർത്തി പാർട്ടി പ്രവർത്തകർ ആക്രോശിച്ചപ്പോൾ തലകുനിച്ച് നിൽക്കാനേ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞുള്ളൂ. തുടർന്ന് സംസ്ഥാന സമിതി അംഗങ്ങളെ അയച്ചാണ് അവിടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനം പോലും നടത്താൻ ശ്രമിച്ചത്. പ്രതിഷേധമുയർത്തിയ പാർട്ടി പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി. സംസ്ഥാന സമിതി നേതാക്കളെ അവർ ഹാളിൽ പൂട്ടിയിട്ടു. അവരുടെ വാഹനത്തിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം നടത്തി. തുടർന്ന് തെരുവിലേക്ക് നീണ്ട പ്രതിഷേധം. പെണ്ണുപിടിയന്മാരെ പുറത്താക്കുക, അഴിമതിക്കാരെ പുറത്താക്കുക, ഗോവിന്ദചാമിക്ക് പകരം അമറുൽ ഇസ്ലാം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പിന്നീട് പാർട്ടി പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസിനെ ഉപയോഗിച്ച് ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും പാർട്ടി പ്രവർത്തകർ നെഞ്ചു വിരിച്ചു നിന്നു. ഇതോടെയാണ് ഗത്യന്തരമില്ലാതെ ഏരിയ കമ്മിറ്റിക്കെതിരെ നടപടിയുമായി MV ഗോവിന്ദൻ രംഗപ്രവേശം ചെയ്തത്. എന്നാൽ കരുനാഗപ്പള്ളിയിലും കൊഴിഞ്ഞാമ്പാറയ്ക്ക് സമാനമാണ് കാര്യങ്ങൾ. വിമതർ പ്രത്യേക കൺവെൻഷൻ വിളിക്കാനും സമാന്തര ഓഫീസ് തുറക്കാനുമൊക്കെ നീക്കങ്ങൾ ആരംഭിച്ചു. തിരുവല്ലയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ അതിശക്തമായ തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ആലപ്പുഴയിൽ G. സുധാകരനെ അടക്കം ഒതുക്കിക്കൊണ്ടാണ് പാർട്ടി തങ്ങളുടെ കളികൾ തുടരുന്നത്. അതിനെതിരെ ശക്തമായ വികാരമാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ. ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ കൂട്ടമായി വിഭാഗീയതയിലേക്ക് തിരിഞ്ഞു. ആലപ്പുഴയിലെ ഒരു മുതിർന്ന CPM യുവ നേതാവ് ഇക്കഴിഞ്ഞ ദിവസം BJP വേദിയിൽ കയറി CPM-നെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞത് പാർട്ടിക്ക് ഇടിവെട്ടേറ്റതുപോലായി. അദ്ദേഹം പിന്നീട് BJP-യുടെ മെമ്പറായി മാറി. കുലശേഖരപുരം ലോക്കൽ കമ്മിറ്റിയിലുണ്ടായ പ്രശ്നങ്ങൾ പാർട്ടിക്കാകെ പ്രയാസമുണ്ടാക്കിയെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അംഗീകരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ഇത്, തെറ്റായ പ്രവണതയാണ്.
അതുകൊണ്ടാണ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് ഗോവിന്ദൻ വിശദീകരിച്ചു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഭൂരിഭാഗം ലോക്കൽ സമ്മേളനങ്ങളും തർക്കങ്ങളെ തുടർന്ന് അലങ്കോലപ്പെട്ടിരുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയതോടെ കഴിഞ്ഞ ദിവസം നടന്ന കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനമാണ് കയ്യാങ്കളിയിലെത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ, കെ സോമപ്രസാദ് എന്നിവരെ അടക്കം തടഞ്ഞുവെച്ചു. സമ്മേളനത്തിൽ ഔദ്യോഗിക പാനൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തൻ നേതൃത്വം നൽകുന്ന മാഫിയ കരുനാഗപ്പള്ളിയിലെ പാർട്ടിയെ തകർത്തുവെന്ന് വിമത വിഭാഗം ആരോപിക്കുന്നു. ഒരു വശത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിക്കൊപ്പമുള്ളവർ നിൽക്കുന്നു, മറുവശത്ത് PR വസന്തനെ അനുകൂലിക്കുന്നവർ. രണ്ട് നേതാക്കളും ശക്തരാണ്. അതുകൊണ്ട് തന്നെ CPM അക്ഷരാർത്ഥത്തിൽ കരുനാഗപ്പള്ളിയിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ലോക്കൽ കമ്മിറ്റികളിൽ ഭൂരിഭാഗവും വസന്തൻ വിഭാഗത്തിന്റെ കയ്യിൽ. കമ്മിറ്റികളിലെ ആധിപത്യം ഉറപ്പിക്കലാണ് തർക്കങ്ങളുടെ അടിസ്ഥാനം. കരുനാഗപ്പള്ളിയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ സേവ് CPM എന്ന പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഒരു വശത്ത് പോർ വിളിച്ച് പ്രവർത്തകർ, മറുവശത്ത് അന്തം വിട്ട് നിൽക്കുന്ന പാർട്ടി നേതൃത്വം. CPM സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിൽ പാർട്ടിയിലെ വിഭാഗീയത പൊട്ടിത്തെറിയിലേക്ക് കടന്നതോടെ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി നിൽക്കുകയാണ് CPM പാർട്ടി. നേതാക്കൾക്കെതിരെ പ്രവർത്തകർ ഉയർത്തുന്നത് ഗുരുതര ലൈംഗിക അഴിമതി ആരോപണങ്ങളാണ്. പക്ഷം തിരിഞ്ഞ് ആരോപണവും മറുപടിയും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നു. ജില്ലാ സെക്രട്ടറി സുദേവനെതിരെ മുൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി നൽകിയ പരാതി വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളുമൊക്കെ പോർവിളികളിലെ മുഖ്യ ആയുധങ്ങളാണ്. ലോക്കൽ സെക്രട്ടറിയുടെ പീഡന വീഡിയോ ദൃശ്യങ്ങൾ അടക്കം തങ്ങൾ പുറത്തുവിടുമെന്നാണ് വിമതർ പറയുന്നത്. 2022 ജനുവരി 3 കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടാരക്കര വാളകത്ത് പൂർത്തിയായപ്പോൾ വിഭാഗീയതയുടെ കനൽത്തരി പോലും അവശേഷിക്കുന്നില്ല എന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. പഴയ VS പക്ഷത്തിന്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം ജില്ല. എന്നാൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ഇപ്പോൾ സമാനതകളില്ലാത്ത വിഭാഗീയതയാണ് പത്തി വിരിച്ച് ആടുന്നത്. 10 ലോക്കൽ സമ്മേളനങ്ങളിൽ 7 തർക്കത്തെ തുടർന്ന് നിർത്തിവെച്ചു. 2 പാർട്ടി പ്രവർത്തകരും നേതാക്കളും തമ്മിൽ കയ്യാങ്കളി. സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഒരു വശത്തും ജില്ലാ കമ്മിറ്റി അംഗം DYFI മുൻ സംസ്ഥാന പ്രസിഡന്റ് PR വസന്തൻ മറുവശത്തും. രണ്ടും ഒന്നിനൊന്ന് ചെങ്കീരികൾ. സൂസൻ കോടി പക്ഷ നേതാക്കൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഒരു രഹസ്യ ഗ്രൂപ്പ് യോഗം ചേർന്നിരുന്നു. അതിന്റെ വീഡിയോ എടുത്തതിന്റെ പേരിൽ ഇപ്പോൾ പരസ്യമായി 2 വിഭാഗങ്ങൾ പോർവിളിക്കുന്നു. കയ്യാങ്കളിയിൽ DYFI ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം 2 പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ പോലും തേടി. കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം നടത്തില്ല എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഇവിടെ നിന്ന് ഉണ്ടാകില്ല. എന്നാൽ ശൂരനാട്, കുന്നത്തൂർ, ചവറ, കൊല്ലം തുടങ്ങിയ മേഖലകളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകും. ജില്ലയിൽ പാർട്ടിയുടെ അവസാന വാക്കാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ധനമന്ത്രി KN ബാലഗോപാൽ. അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നില്ല. 2 വിഭാഗങ്ങളെയും പിണക്കാൻ ബാലഗോപാലിന് കഴിയില്ല. അഥവാ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിണക്കിയാൽ ബാലഗോപാലിനെ മറ്റേ വിഭാഗം പഞ്ഞിക്കിടും. പത്തനംതിട്ട തിരുവല്ലയിലും സമാനമാണ് സാഹചര്യങ്ങൾ. അവിടെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടയാൾക്കെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങൾ. പാർട്ടി നേതാക്കൾ അന്തം വിട്ടു നിൽക്കുന്നു. സംസ്ഥാന സമിതിക്ക് പോലും വിഭാഗീയ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു കരുത്തില്ല. വളരെ വിചിത്രമായ പ്രസ്താവനയുമായി ഇതിനിടയിൽ EP ജയരാജൻ കളത്തിലിറങ്ങി. CPMനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പ്രത്യേക പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളുകളെ അയക്കുന്നുവെന്നാണ് ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറയുന്നത്. രാജ്യത്തിന്റെ പല മേഖലകളിലേക്ക് ഇത്തരം സംഘങ്ങളെ അമേരിക്കയിൽ നിന്ന് അയക്കുന്നു. അതിന്റെ ഭാഗമായി ഇവിടെ വലതുപക്ഷ ശക്തികൾ മാധ്യമങ്ങളുമായി കൂട്ടുപിടിച്ച് തെറ്റായ പ്രചരണമാണ് നടത്തുന്നത്. നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് പാർട്ടിയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കന്മാർക്ക് കഴിയാതെ പോകുന്നു. ഇതേ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയാണ് ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത്. സമാനമായ അവസ്ഥ ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്നു. ചുരുക്കത്തിൽ EP ജയരാജനും പറയുന്നത് അതുതന്നെ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർച്ചയുടെ വക്കിലാണ്. അമേരിക്കയിൽ നിന്നുള്ള പ്രത്യേക ചാരസംഘങ്ങൾ ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തുന്നുവത്രേ. ഇതിനൊക്കെ മറുപടി പറയാൻ നമ്മളാരാ മണ്ടന്മാരാണോ? കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട സർജിക്കൽ സ്ട്രൈക്കിന്റെ അനന്തരഫലം സംസ്ഥാന സമിതി തന്നെ നേരിടേണ്ടി വരും. സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി അത്ര ചെറിയ നേതാവല്ല.
ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തനെതിരെയും സൂസൻ കോടിക്കെതിരെയുമാണ് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിരുവർക്കും വ്യക്തിപരമായി ദോഷം ചെയ്യുമെന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നു. ഇരുവരെയും അഡ്ഹോക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് സംസ്ഥാന നേതൃത്വം നൽകുന്ന കൃത്യമായ സന്ദേശമാണ്. അഡ്ഹോക് കമ്മിറ്റി ചേർന്ന് ഇനി ലോക്കൽ കമ്മിറ്റികളിൽ ജനറൽ ബോഡി വിളിച്ച് നടപടികൾ റിപ്പോർട്ട് ചെയ്യും. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മാത്രമേ ഇവിടെ ഇനി പുതിയ കമ്മിറ്റികൾ നിലവിൽ വരൂ. സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പാർട്ടി നേതാക്കളെ വെല്ലുവിളിച്ച് പരസ്യമായി പ്രകടനം നടത്തുകയും നേതാക്കളെ പൂട്ടിയിടുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. നടപടി സ്വീകരിക്കാൻ വിമതരുടെ വെല്ലുവിളി. അങ്ങനെയെങ്കിൽ കരുനാഗപ്പള്ളിയിൽ വിമത വിഭാഗം ഓഫീസ് തുറക്കും എന്നതിൽ സംശയം വേണ്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആസ്തികളുള്ള CPM ഏരിയ കമ്മിറ്റികളിൽ ഒന്നാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പാർട്ടിക്ക് വലിയ ആസ്തികളുണ്ട്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, ഒരു ഹൈസ്കൂൾ, സഹകരണ ബാങ്കുകൾ, ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങി കോടികളുടെ ആസ്തിയും വരുമാനവുമാണ് ഏരിയ കമ്മിറ്റിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വത്തും പണവുമൊക്കെ വിട്ട് പാർട്ടി പ്രവർത്തകർ പെട്ടെന്ന് വിമതരായി മാറുമോ? അതാണ് കേരളം ഉറ്റുനോക്കുന്നത്. വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കേരളത്തിലെ CPM പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്ക്. സ്വയം കൃതാനന്ദം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. തുടർഭരണം പാർട്ടിയെ ദുഷിപ്പിച്ചിരിക്കുന്നു. അണികൾ പരസ്പരം പോർവിളിക്കുന്നു. നേതാക്കൾ പണത്തിനു വേണ്ടിയുള്ള മത്സരത്തിലാണ്. അഴിമതിയും പെണ്ണുപിടിയുമൊക്കെ ഈ പാർട്ടിയുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് വലിയ കാരണങ്ങളായി പ്രവർത്തകർ എടുത്തു കാട്ടുന്നു. പച്ചത്തെളിവുകളും പച്ചത്തെറിവിളിയുമായി പുറത്തേക്കിറങ്ങിയ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ CPM പാർട്ടിക്ക് തീയിട്ടിരിക്കുന്നത്. നേതാക്കളുടെ അഴിമതിയും പെണ്ണുപിടുത്തവുമൊക്കെ കണ്ട് മനം പുരണ്ട അണികൾ തെരുവുകളിലേക്കിറങ്ങി അവർക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അച്ചടക്ക നടപടിയുടെ വാളോങ്ങി തങ്ങളെ ഭയപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. ഇവിടെ വിമത വിഭാഗം സംഘടിച്ച് മറ്റൊരു ശക്തിയായി തീരുമെന്ന് കരുനാഗപ്പള്ളിയിലെ വിമതർ പാർട്ടിയെ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. CPM അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് കേരളത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.